അപ്പോൾ 2000 മുതൽ 2010 വരെയുള്ള കാലഘട്ടങ്ങളിലെ ബിഗംസിന്റെ ഏറ്റവും വേസ്റ്റ് സിനിമകളുടെ വീഡിയോ ചെയ്തപ്പോൾ അതിൽ ഉൾപ്പെടുത്തേണ്ടതായിരുന്നു എന്ന് പറഞ്ഞ് ഏറ്റവും കൂടുതൽ കണ്ടൊരു കമന്റ് ആയിരുന്നു 2009 പുറത്തിറങ്ങിയ മോഹൻലാലിന്റെ ഭഗവാൻ എന്ന ചിത്രം. പക്ഷേ എനിക്കത് ഉൾപ്പെടുത്താൻ തോന്നിയില്ല. കാരണം ആ സിനിമയുടെ ചരിത്രം അറിയുന്നവർക്കറിയാം, ഒരു അപൂർവ റെക്കോർഡുണ്ട് ആ സിനിമയ്ക്ക്. അതായത് 24 മണിക്കൂറിനുള്ളിൽ ചിത്രീകരിച്ചു കഴിഞ്ഞ ആദ്യ മലയാള സിനിമയായിരുന്നു ഭഗവാൻ. യെസ്, രാജമൗലി വർഷങ്ങളെടുക്കുന്ന, ഒരു ആവറേജ് സംവിധായകൻ മിനിമം 6 മാസം എടുക്കുന്ന ഒരു ഫിലിം മേക്കിംഗ് എന്ന പ്രോസസ് വെറും 24 മണിക്കൂറിനുള്ളിൽ തീർത്ത ഒരു ചരിത്രം. സോ അങ്ങനൊരു അപൂർവ എക്സ്പെരിമെന്റ് നടത്തിയൊരു സിനിമയായിരുന്നു ഇത്. തീർച്ചയായും നിങ്ങളൊരു എന്റർടൈൻമെന്റിന് വേണ്ടി ആ ഒരു സിനിമ കണ്ടാൽ അത് നിങ്ങൾക്ക് നിരാശയായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് പല ആളുകളും തങ്ങൾ കണ്ട ഏറ്റവും മോശം സിനിമകളുടെ കൂട്ടത്തിൽ അതിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ നമ്മൾ എല്ലാ ഭാഗവും ഒന്ന് ചിന്തിക്കുമ്പോൾ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്ത ഈ ഒരു ചിത്രത്തെ ആ ഒരു നിലക്ക് നോക്കി കാണുന്നത് കൊണ്ട് ഏറ്റവും മോശം സിനിമ എന്ന ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാൻ എനിക്ക് തോന്നിയില്ല. പിന്നെ ഇപ്പൊ ഈ വീഡിയോ ചെയ്യുന്നതിന്റെ ഉദ്ദേശം, ഇങ്ങനെ ഒരൊറ്റ ദിവസം കൊണ്ട് ചിത്രീകരിച്ച ഒരു സിനിമ, അതും മോഹൻലാൽ നായകനായ ഒരു ചിത്രം നമ്മുടെ മലയാളത്തിലും ഇറങ്ങിയിട്ടുണ്ട് എന്നറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ്. ഇനി ഇതേപോലുള്ള അറ്റംപ്റ്റ് മറ്റു ഭാഷകളിൽ നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ നിന്ന് തന്നെ 1999 ഇതുപോലൊരു ചിത്രം പുറത്തിറങ്ങിയിട്ടുണ്ട്. ചിത്രത്തിന്റെ പേര് സ്വയംവരം. അതും ഒരു ദിവസത്തിനുള്ളിൽ ഷൂട്ട് ചെയ്ത് തീർത്തൊരു സിനിമയായിരുന്നു. എന്നാൽ ഭഗവാനിൽ നിന്ന് വിപരീതമായി ആ സിനിമയുടെ പിന്നണിയിൽ ഏതാണ്ട് 14ഓളം സംവിധായകർ പ്രവർത്തിച്ചിട്ടുമുണ്ട്. ആ സിനിമ ഒരു തിയേറ്റർ വിജയവുമായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്.